ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വെരാന്താറസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചതിൻ്റെ റിവിഷൻ ആയിട്ടാണ് പോകുന്നത്. എക്കണോമിക്സ് ഇതുവരെ പഠിച്ചതിൻ്റെ നാഷണൽ ഇൻകം പ്ലാനിങ്ങും ഒക്കെ. അപ്പോൾ എല്ലാവരും കേൾക്കുന്നതിനോടൊപ്പം തന്നെ ഒന്ന് റെസ്പോണ്ട് ചെയ്ത് പോണേ. കാരണം നമ്മൾ കുറച്ച് അഡീഷണൽ ഡീറ്റെയിലും കൂടെ അപ്പോൾ നിങ്ങൾ നോട്ട് ആദ്യം സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് പറയുമ്പോൾ റെസ്പോണ്ട് ചെയ്ത് പഠിക്കുക. അതിൻ്റെ അഡീഷണൽ പോയിന്റ് കൂടെ ഒന്ന് സ്കിം ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് ക്വിക്കായിട്ടുള്ള റിവിഷൻ പോകും. ഞാൻ പറഞ്ഞു സാറ്റർഡേ സൺഡേ എപ്പോഴും റിവിഷൻ ആയിട്ട് മാറ്റി വെക്കണം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഞായറാഴ്ചയെങ്കിലും റിവിഷൻ മാറ്റി വെക്കണം. എല്ലാവരും പഠിക്കുന്ന സാധനം റിവിഷൻ ചെയ്തില്ലെങ്കിൽ എസ്പെഷ്യലി GK പോലുള്ള ഫാക്ച്വൽ സബ്ജക്ട്സ് നമ്മൾ മറന്നു പോകും. പരീക്ഷ വരുമ്പോൾ നല്ല ടെൻസ്ഡ് ആവും. അതുകൊണ്ട് നമ്മുടെ വീഡിയോസ് സെറ്റ് ചെയ്തേക്കുന്നതിന് 30 മിനിറ്റിനുള്ളിൽ തീരുന്നതാണ്. അതുകൊണ്ടാണ് ആദ്യമേ കുറച്ച് കണ്ട് ഫൈനലി ക്യുമുലേറ്റീവ് ആയിട്ട് റിവിഷനും കൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും അത് പരീക്ഷയ്ക്ക് ഹെൽപ്ഫുൾ ആവും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്വിക്ക് റിവൈസ് സെഷനാണ്. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കമ്പൈലേഷൻ ആണ്. ഒരു 10 ക്വസ്റ്റ്യൻ കാണും. ഏകദേശം റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ഒരു ഫീൽഡിൽ നിന്ന് ഇനിയും ക്വസ്റ്റ്യൻ വരാം. അതുകൊണ്ടാണ് നോട്ട്ബുക്ക് സെറ്റ് ചെയ്ത് വെച്ചേക്കണം. എന്നിട്ട് ആ ഒരു കൺസെപ്റ്റും കൂടെ ഫർദർ നോക്കി പോക്കണം. കാരണം കുറച്ചുകൂടെ SSCയുടെ അല്ലെങ്കിൽ റെയിൽവേ എക്സാംസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് കുറച്ചുകൂടെ ചോദിച്ച കാര്യങ്ങളും കൂടെ നോക്കിയിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിയാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ കോൾ ഫോർ ഗരീബി ഹട്ടാവോ വാസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ ഏത് നമ്മൾ 5 ഇയർ പ്ലാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ 5 ഇയർ പ്ലാൻ പഠിച്ച സമയത്തെ ആ നോട്ട് സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. ഏത് 5 ഇയർ പ്ലാനിന്റെ സമയത്തെ മെയിൻ മോട്ടോ ആയിരുന്നു ഗരീബി ഹട്ടാവോ? അതായത് പോവർട്ടി എസ്റ്റിമേഷൻ അല്ലെ പോവർട്ടി റിമൂവൽ എന്ന് പറയുന്നത് ഏത് 5 ഇയർ പ്ലാനിന്റെ സമയത്തെ മെയിൻ ഒബ്ജക്റ്റീവ് ആയിരുന്നു? നോക്കിയിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുറേയൊക്കെ ഇത് മെയിൻലി ട്വിസ്റ്റിംഗ് ആയിട്ട് പോകുന്നതാണ്. എല്ലാ പ്ലാനിനും ഒരു മെയിൻ ഒബ്ജക്റ്റീവ് കാണും. പക്ഷേ ബാക്കിയുള്ളതെല്ലാം എല്ലാ പ്ലാനിനും എക്കണോമിക്കലി രാജ്യത്തെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ള കൺസെപ്റ്റ് എല്ലാത്തിനും കാണും. സ്വയം പര്യാപ്തത കൈവരിക്കുക. പക്ഷേ എങ്കിലും ഓരോ പ്ലാനിനും അതിൻ്റെതായിട്ടുള്ള മെയിൻ ഒബ്ജക്റ്റീവ്സ് ആണ്. അപ്പോൾ ഈ തന്നേക്കുന്നതിൽ ഏതായിരിക്കും പറഞ്ഞു? ഫിഫ്ത്ത് 5 ഇയർ പ്ലാൻ ആണ്. അതിൻ്റെ കാലയളവെന്ന് പറയുന്നത് 1974 മുതൽ 1979 വരെ. ആൻഡ് ഈ ഒരു ഫിഫ്ത്ത് 5 ഇയർ പ്ലാൻ ഫൈനലി സെറ്റ് ചെയ്യുന്നത് ആരുടെ പ്ലാനിൻ്റെ ഭാഗമായിട്ടാണ്? DP ധർ ആണ് ഇതിൻ്റെ ഫൈനൽ പ്ലാന് ഫോർമുലൈസ് ചെയ്തത്. പിന്നെ നോക്കാവുന്ന മെയിൻ പോയിന്റ് ഏതാ? ഇതിന് പോവർട്ടി റിമൂവലും എംപ്ലോയ്മെന്റ് ജനറേഷനും, പോവർട്ടി റിമൂവൽ ആൻഡ് എംപ്ലോയ്മെന്റ് ജനറേഷൻ, ഇതായിരുന്നു ഫിഫ്ത്ത് 5 ഇയർ പ്ലാനിന്റെ മെയിൻ മോട്ടോ എന്ന് പറയുന്നത്. അതായത് പോവർട്ടി റിമൂവലിന്റെ ഹിന്ദി വേർഷൻ ഗരീബി ഹട്ടാവോ. ഓക്കെ അല്ലേ? നിങ്ങളിത് ഫ്രഷ് ആയിട്ടാണ് കേൾക്കുന്നതെങ്കിൽ മുമ്പത്തെ സീരീസ് ഫസ്റ്റ് ആയിട്ട് പോയി കാണണം. ഫ്രഷ് ആയിട്ട് കാണുന്ന സ്റ്റുഡൻസിന് ഈ സീരീസ് കണ്ടിട്ട് ഒരു ഉപകാരം കാണത്തില്ല. നിങ്ങൾ ഒപ്പം പഠിച്ചു പോകുന്നവർക്ക് ഇത് ഡെഫിനറ്റ്ലി ഹെൽപ്ഫുൾ ആവുന്ന സെഷനുമായിരിക്കും. ഇനി നോക്കിയാൽ രണ്ടാമത്തെ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ഓൾസോ കോൾഡ് ആസ് നാഷണൽ ഇൻകം. കണ്ടോ, കൺസെപ്റ്റ് എക്കണോമിക്സ് പഠിക്കുമ്പോൾ കൺസെപ്റ്റ് സെറ്റ് ആക്കിക്കോണോ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നതിന് മെയിൻ കുഴപ്പം ഇതൊക്കെ തന്നെയാണ്. നോക്കി, NNP അറ്റ് മാർക്കറ്റ് പ്രൈസ് ആണോ, GNP അറ്റ് മാർക്കറ്റ് പ്രൈസ് ആണോ, NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് ആണോ, GNP അറ്റ് ഫാക്ടർ കോസ്റ്റ് ആണ്? ഈ ഫാക്ടർ കോസ്റ്റ് തന്നെ നമ്മൾ ഇങ്ങനത്തെ ഫാക്ടർ കോസ്റ്റ് എന്താ, മാർക്കറ്റ് പ്രൈസ് എന്താന്നുള്ളത് മുമ്പ് പറഞ്ഞായിരുന്നു. അത് കാണാതെ ഇത് നോക്കാൻ നേരം കൺസെപ്റ്റ് അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കാതെ ബാക്കിയുള്ളത് പഠിച്ചാൽ നമുക്ക് കൺസെപ്റ്റ് ഉറക്കത്തില്ല. അപ്പോൾ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളും തല കയറത്തില്ല. അതിൻ്റെ ഭാഗമായിട്ട് ഈ ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയത് ആക്ച്വലി റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതും കൂടെ നമുക്ക് നല്ല റിഗ്രറ്റ് വരും. പിന്നെ ആൻസർ പറഞ്ഞേ, നമ്മൾ ഫാക്ടർ കോസ്റ്റ് എന്താണ് അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് എന്താണെന്നൊക്കെ പറഞ്ഞായിരുന്നു. മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് മാർക്കറ്റിൽ വെക്കുന്ന പൈസ. അപ്പോൾ അതിന് ടാക്സസും കൂടെ വരും, സബ്സിഡീസ് മാറ്റും എന്നൊക്കെ പറഞ്ഞിരുന്നു. ഓർത്ത് പറഞ്ഞേ, അത് NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് ആയിരിക്കും. നമ്മൾ നാഷണൽ ഇൻകം എന്ന് പറയുന്നത് ആക്ച്വലി അതിൻ്റെ SSLC സർട്ടിഫിക്കറ്റുള്ള പേരെന്ന് പറയുന്നത് NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് ആണ്. അതായത് നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്. നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് മൈനസ് ഡിപ്രീസിയേഷൻ. അതായത് നെറ്റ് നാഷണൽ പ്രോഡക്റ്റിലും GNPയിലും നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ ഇൻകത്തിൻ്റെ ഒരു അക്യൂമുലേഷൻ മാത്രമായിരിക്കും. ഫോറിനേഴ്സിൻ്റെ നമ്മൾ കണക്കാക്കി എടുക്കത്തില്ല. അതാണ് GDPയും GNPയും തമ്മിലുള്ള വ്യത്യാസങ്ങളിൽ ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞായിരുന്നു. GNPയും GDPയും ഇതിന് മുമ്പത്തുള്ള സീരീസിൽ. അപ്പം അത് മസ്റ്റായിട്ടും കണ്ടോണം, അല്ലാത്തവർക്ക് ഇത് ക്ലിയർ ആവത്തില്ല. ഓക്കെ, അപ്പം ഈ ഫോർമുല എന്ന് പറഞ്ഞത് പഠിച്ചു വെക്കേണ്ട, അതിന്റെ കൺസെപ്റ്റ് മാത്രം ആലോചിച്ചു. നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് മൈനസ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ എന്ന് വെച്ചാൽ മെഷീൻസും കാര്യങ്ങൾക്കൊക്കെ കാലക്രമേണ നാശം വരും. അപ്പം അത്
അതിൻ്റെ ആ നഷ്ടം വന്നതും കൂടെ നമ്മൾ കുറച്ചിട്ടായിരിക്കും ഏതിൽ നിന്ന് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റിൽ നിന്ന് കുറച്ചിട്ടായിരിക്കും നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ GNP എന്താണെന്നുള്ളത് നിങ്ങൾ പോയി ഡെഫിനറ്റ്ലി കണ്ടോണേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വൺ ഓഫ് ദ 5-year പ്ലാൻസ് ഓൾസോ നോൺ ആസ് ഗാഡ്ഗിൽ യോജന. ഈ ക്വസ്റ്റ്യനിൽ തന്നെ ഒരു നോട്ടും കൂടെ ഉണ്ടാക്കാൻ പറ്റും, അതും കൂടെ ശ്രദ്ധിച്ചോണം. വാസ് എയിംഡ് ടു സെക്യൂർ ആൻ ഇൻക്രീസ് ഇൻ നാഷണൽ ഇൻകം ഓഫ് ഓവർ 5% per annum and to design the pattern of investment to sustain this rate of growth during subsequent plan periods. The plan in question is, അതായത് ഏതോ ഈ തന്നേക്കുന്ന ഓപ്ഷനിൽ ഏതോ ഒരു 5-year പ്ലാനിൻ്റെ സവിശേഷതകളാണ് ക്വസ്റ്റ്യന് തന്നേക്കുന്നത്. അത് ഏതാന്ന് നമ്മൾ പറയണം. ആക്ച്വലി 5-year പ്ലാൻ അല്ലെങ്കിൽ ഏതെങ്കിലും 5-year പ്ലാൻ തന്നിട്ട് തിരിച്ചു ചോദിച്ചാൽ അതിൻ്റെ സവിശേഷതകൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് ചോദിച്ചാലും നമുക്ക് പാട്. പക്ഷേ SSC റെയിൽവേയിൽ ആ ഒരു ലെവലിൽ ഇപ്പം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതൊന്ന് നോക്കിയിട്ട് പറഞ്ഞേ ഏത് 5-year പ്ലാൻ ആണെന്ന്. നമ്മൾ ഫെയിലായി പോയ 5-year പ്ലാൻസ് മെയിൻലി നോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു വരുന്നത്. അതിലൊരു പ്ലാനാണ്, ഹിൻഡ് വേണേൽ തരാം. ഈ തന്നേക്കുന്നതിൽ ഒരു പ്ലാൻ ഒരു അട്ടർ ഫെയിലിയർ ആയിരുന്നു. ഏതായിരിക്കും? ഓപ്ഷൻ 2 ആണ്, തേർഡ് 5-year പ്ലാനാണ്. നമ്മളത് ഫെയിലായി പോയി എന്നൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. അതിൻ്റെ മെയിൻ റീസൺ ഇതിൻ്റെ ടൈം പീരീഡും കൂടെ നോക്കണം, 1961 മുതൽ 65 വരെ. കാരണം ഈ സമയത്തായിരുന്നു എന്ത്, ചൈന ഇന്ത്യ വാർ നടന്നു 1962. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഫോക്കസ് വേറെ കുറച്ച് കാര്യങ്ങളിലും കൂടെ പോകേണ്ടതായിട്ട് വന്നു. അപ്പം 1962 വാർ ഇതിനെ സിവിയറായിട്ട് അഫക്റ്റ് ചെയ്തു. പിന്നെ ഡ്രോട്ട് ലെഡ് ഫാമിൻ, വരൾച്ച മൂലം വന്ന ക്ഷാമവും ഈ ഒരു ടൈം പീരീഡിനെ ശരിക്കും അഫക്റ്റ് ചെയ്തു. പിന്നെ നമ്മൾ അഗ്രികൾച്ചറൽ സെക്ടറിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. ആദ്യത്തെ 5-year പ്ലാനിൽ അഗ്രികൾച്ചർ മെയിൻ ആക്കി നിന്ന് നമ്മൾ കാര്യങ്ങൾ നടപ്പാക്കി. പക്ഷേ അത് സക്സസ് ആയതുകൊണ്ട് പിന്നെ ഒരു ആരംഭ ശൂരത്വം എന്നൊക്കെ പറയാം. അത് കഴിഞ്ഞ് പിന്നെ അഗ്രികൾച്ചർ തൽക്കാലം ഒന്ന് മാറ്റി വെക്കാനായിട്ടൊരു മടി കാണിച്ചു. അതും കൂടെ ഇതിനെ ശരിക്കും ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തേർഡ് 5-year പ്ലാൻ ഒരു ഫെയിലിയർ ആയിരുന്നു. കാരണം ഇവരിത് സെക്കൻഡ് 5-year പ്ലാനിൽ അഗ്രികൾച്ചറിന് ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. അതിൻ്റെ ഭാഗമായിട്ട് തേർഡിൽ അഗ്രികൾച്ചറിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. പക്ഷേ സമയം കുറച്ച് ലേറ്റ് ആയി പോയിരുന്നു. തേർഡിൽ അഗ്രികൾച്ചർ ആയിരുന്നു ഇമ്പോർട്ടൻറ്റ് സെക്ടർ. പക്ഷേ അവർ സെക്കൻഡിലൊന്ന് കംപ്ലേസൻ്റ് ആയിട്ടിരുന്നു, ഒന്ന് ലാഘവത്തിൽ ഇരുന്നുകൊണ്ട് പിന്നെ ഈ ഒരു കണ്ടീഷൻ കൂടെ വേഴ്സ് ആയതുകൂടി നമുക്കത് എഫക്റ്റീവ്ലി ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തേർഡ് പ്ലാൻ ഫെയിലിയർ ആയിരുന്നു. അപ്പോഴും അഗ്രികൾച്ചർ തന്നെയായിരുന്നു, ഒരു മിസ്റ്റേക്കാണ്. അഗ്രികൾച്ചറിൻ്റെ മോട്ടോ മാത്രം മെയിൻ ആയിരുന്നു, പക്ഷേ അതിൻ്റെ പ്രവർത്തനങ്ങളൊന്നും ശരിയായിട്ട് നടന്നില്ല. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുന്നതിന് മുമ്പ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കോച്ചിങ് സ്റ്റൈൽ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നിങ്ങൾക്ക് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഈ ക്ലാസ്സസിന് ശേഷം പഠിച്ച കാര്യങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളൊരു കൺസെപ്റ്റിൽ ഡിസൈൻ ചെയ്തേക്കുന്ന സീരീസാണ് സർക്കിൾ സെഷൻ എന്ന് പറയുന്നത്. അതായത് ബേസിക് സർക്കിൾ. നിങ്ങൾക്ക് ബേസിക് പഠിച്ചിട്ട് ബേസിക്സ് ഒക്കെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് എങ്ങനെ വർക്കൗട്ട് ചെയ്യാം എന്നുള്ളൊരു അടിസ്ഥാനത്തിൽ ഡിസൈൻ ചെയ്തേക്കുന്നതാണ്. നിങ്ങളെ സർക്കിൾസ് ആക്കി, അതായത് ഗ്രൂപ്പ്സ് ആക്കി ഇരുത്തി നിങ്ങൾക്ക് കമ്പൈൻ സ്റ്റഡി ചെയ്യാൻ പറ്റുന്നൊരു സെഷൻ ആയിരിക്കും. 2.5 മണിക്കൂറിന് സെഷൻ ആയിരിക്കും. അവിടെ നിങ്ങളുടെ ഫർദർ ഡൗട്ട് ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്കൊരു മെൻറ്റർ സപ്പോർട്ട് ഡെഫിനറ്റ്ലി കാണും. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് എക്സ്ട്രീം സർക്കിൾ. അപ്പോൾ എക്സ്ട്രീം സർക്കിളിൽ കുറച്ചുകൂടെ ക്വസ്റ്റിൻ്റെ എണ്ണം കൂടും, ക്വാളിറ്റി കൂടും. ഡെഫിനറ്റ്ലി ക്വാളിറ്റി കൂടുന്ന ക്വസ്റ്റ്യൻ ആകുമ്പോൾ സമയം കൂടുതൽ വരും. അപ്പം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു എലിജിബിലിറ്റി ടെസ്റ്റ് നടത്തേണ്ട ഭാഗമായിട്ട് മാത്രമായിരിക്കും നിങ്ങൾ സർക്കിൾസ് ആക്കി ഇരുത്തുന്നത്. ഇൻ കേസ് നിങ്ങൾക്കത് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, കാരണം നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കോച്ചിങ് രീതിയിലായിരിക്കും പോകുന്നത്. കാരണം നിങ്ങൾ ബേസിക് സർക്കിൾ സെറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രീമിൽ ഇരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ബേസിക് പഠിച്ച് മുറയ്ക്ക് നമ്മൾ ഇമ്പ്രൂവ് ആയി പോകുന്നതായിരിക്കും നമ്മുടെ 6th ലെവൽ പ്രാക്ടീസ്. അപ്പോൾ എക്സ്ട്രീം സർക്കിളിലും നിങ്ങൾക്ക് ഒരു മെൻറ്റർ സപ്പോർട്ട് ഡെഫിനറ്റ്ലി കാണും. അതിനുശേഷം വരുന്നതാണ് സൂപ്പർ ബാച്ച്. ഈ 6th ലെവൽസിലെ ഹൈലൈറ്റഡ് ആയിട്ടുള്ള സെഷനാണ് സൂപ്പർ ബാച്ച് എന്ന് പറയുന്നത്. നമ്മുടെ സ്റ്റുഡൻസ് ആയാലും ഏറ്റവും കൂടുതൽ എൻറോൾ ചെയ്യുന്ന സൂപ്പർ ബാച്ചിലായിരിക്കും. കാരണം ഒരു എക്സാം ഫോക്കസ് ചെയ്ത് മാത്രമുള്ള ഒരു സെഷൻ ആയിരിക്കും. ഈ 2 മാസം കഴിഞ്ഞൊരു എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ ഉണ്ട്, എക്സാം നോട്ടിഫിക്കേഷൻ വന്നു, 2 മാസം കഴിഞ്ഞൊരു എക്സാം ഉണ്ടെങ്കിൽ നമ്മൾ ആ എക്സാമിന് വേണ്ടി മാത്രം, വേറെ ഒന്നുമില്ല, ആ പർട്ടിക്കുലർ എക്സാമിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യുന്നൊരു ഇൻറ്റൻസ് പ്രിപ്പയറിംഗ് സെഷൻ ആയിരിക്കും. അപ്പോൾ അതാണ് സൂപ്പർ ബാച്ച് എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾ സർക്കിൾസ് ആക്കി ഇരുത്തിയിട്ട് ഒരു മെൻറ്റർ സപ്പോർട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കാണും. പിന്നെ അടുത്തതെന്ന് പറയുന്നത് റിയൽ ഇൻറ്റൻസീവ് പ്രോഗ്രാമാണ്, റിപ്പ് എന്ന് പറയും. അപ്പം നിങ്ങളിപ്പോൾ സൂപ്പർ ബാച്ചൊക്കെ കഴിഞ്ഞ് പ്രിപ്പറേഷൻ കഴിഞ്ഞു, കുറച്ച് നാളും കൂടെ ഉണ്ട് ഇനി അടുത്ത പരീക്ഷയ്ക്ക്. അപ്പം നിങ്ങൾ എന്തായാലും സമയം കൂടുതലുണ്ട്, വെറുതെ ഇരുന്ന് ഉഴപ്പൊന്നൊരു മനോഭാവം നമുക്കുണ്ട്. അത് മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ക്യാമ്പസിൽ റിയൽ ഇൻറ്റൻസീവ് പ്രോഗ്രാം നടത്തുന്നത്. അപ്പോൾ റിപ്പ് എന്ന് പറയും. നിങ്ങൾക്ക് ഓൾറെഡി കുറച്ചുകൂടെ വർക്കൗട്ട് ചെയ്ത് ലെവൽ കൂട്ടാനായിട്ട് സാധിക്കും. ആൻഡ് ഫൈനലി ഇറ്റ്സ് ദ മോക്ക് ഇൻ്റർവ്യൂ. അപ്പോൾ മോക്ക് ഇൻ്റർവ്യൂവിൽ ബേസിക്കലി ഒന്നുമില്ല, നമ്മുടെ ഫൈനൽ സെഷൻ IBPS PO പോലുള്ള എക്സാംസിനൊക്കെ മോക്ക് ഇൻ്റർവ്യൂ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ പേഴ്സണാലിറ്റി അസസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ ഫൈനൽ സെലക്ഷൻ വരുന്നത്. അപ്പോൾ അതിൽ എങ്ങനെ പെർഫോം ചെയ്യണം, എങ്ങനെയൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, പറയണം എന്നുള്ളൊരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് മോക്ക് ഇൻ്റർവ്യൂ വഴി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും.
അപ്പോൾ നമുക്ക് ഓഫ്ലൈനും ഉണ്ട് ഓൺലൈനും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ചോയ്സ് ഏതാണ്? അപ്പോൾ വീട്ടിൽ ഇരുന്ന് പഠിക്കണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാരാബ്ദം കാരണം ഓഫ്ലൈനായിട്ട് വന്ന് പഠിക്കാൻ പറ്റില്ല, കുഴപ്പമില്ല, ഓൺലൈനിൽ ഇരുന്ന് പ്രിപ്പയർ ചെയ്യാം. അതല്ല ക്യാമ്പസിൽ വന്ന് ഇൻവോൾവ് ആയിട്ട് പഠിക്കാനുള്ള ഒരു മനോബലം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫ്ലൈനിൽ തന്നേക്കുന്ന നമ്പറിലും കോൺടാക്ട് ചെയ്ത് ഇന്ന് തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇന്ന് നോക്കി അടുത്ത ദി LPG മോഡൽ ഓഫ് ഡെവലപ്മെന്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1991 ബൈ, നമ്മൾ കുറച്ച് മുമ്പ് കഴിഞ്ഞ സെഷനിൽ പറഞ്ഞതേ ഉള്ളൂ, LPG ലിബറൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. ഇന്ന് 1991 ബൈ ദെൻ ഫൈനാൻസ് മിനിസ്റ്റർ, അതായത് 1991 നരസിംഹറാവു, PV നരസിംഹറാവുവിൻ്റെ മന്ത്രിസഭയിലെ ഏത് ഫൈനാൻസ് മിനിസ്റ്റർ ആയിരുന്നു ഈ LPG എന്ന് പറയുന്ന ആശയം കൊണ്ടുവന്നത്? ആരാ പറഞ്ഞേ? ഇത് ലേറ്റസ്റ്റ് ആയിട്ട് നോക്കിയ വീഡിയോ ആണ്. ഓപ്ഷനിൽ PV നരസിംഹറാവു ഉണ്ട്, അത് പ്രൈം മിനിസ്റ്റർ ആണ് ആ സമയത്ത്. ഒന്ന് പറഞ്ഞേ. പ്രണബ് മുഖർജി, ഫൈനാൻസ് മിനിസ്റ്റർ എന്ന് കേൾക്കുമ്പോഴും പ്രണബ് മുഖർജിയുടെ പേര് ഓർമ്മ വരും. ആരാ? ഡോക്ടർ മൻമോഹൻ സിംഗ്. നമ്മൾ പറഞ്ഞായിരുന്നു ഫ്രീ മാർക്കറ്റ് റിഫോംസ് ഒക്കെ കൊണ്ടുവന്ന് നമ്മുടെ രാജ്യത്തെ രക്ഷിച്ചു എന്ന് പറഞ്ഞായിരുന്നു. അപ്പം അന്നത്തെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് PV നരസിംഹറാവു ആണ്. മൻമോഹൻ സിംഗ് ഫ്രീ മാർക്കറ്റ് റിഫോംസ് ഒക്കെ കൊണ്ടുവന്ന് നമ്മുടെ കൺട്രി കടത്തിൽ നിന്ന് രക്ഷിച്ചു എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ആലോചിച്ച് വെച്ചേക്കണേ. ഈ സമയത്താണ് ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസിയും 1991 ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസിയും വന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കേ. ഹൂ കമ്പ്യൂട്ട്സ് ദ നാഷണൽ ഇൻകം ഇൻ ഇന്ത്യ? അതായത് നാഷണൽ ഇൻകം ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അത് കമ്പ്യൂട്ട് ചെയ്യാനായിട്ടുള്ള റെസ്പോൺസിബിൾ ഏജൻസി അല്ലെ, നോഡൽ ഏജൻസി എന്ന് പറയുന്നത് ഇതിൽ തന്നേക്കുന്നവയിൽ ആരാണ്? അപ്പോൾ നോക്കിയിട്ട് പറഞ്ഞു. ഇതും കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ആയിരിക്കും. അതായത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് CSOയും നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് NSSOയും കൂടെ മെർജായിട്ട് നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് ഏത് വർഷം വന്നു? 2019. അതായത് കഴിഞ്ഞ സെഷനിൽ നമ്മൾ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് 1951 വന്ന സാധനമാണെന്ന് പറഞ്ഞായിരുന്നു. അതിനെ ഇത് രണ്ടും കൂടെ ക്ലബ്ബായിട്ടാണ്, രണ്ടിൻ്റെയും കമ്പൈൻഡ് റെസ്പോൺസിബിലിറ്റി നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിന് കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് വർഷം? 2019. അപ്പോൾ ഇതായിരിക്കും ദി നോഡൽ ഏജൻസി ഫോർ കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം ഇൻ ഇന്ത്യ. ഓക്കെ അല്ലേ? ഇനി നോക്കിയേ, ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് ഇൻക്ലൂഡ്സ്. ഈ തന്നേക്കുന്നവയിൽ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റിന്റെ ഡെഫിനിഷൻ പറയാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, മാർക്കറ്റ് വാല്യൂ ഓഫ് കറന്റ്ലി പ്രൊഡ്യൂസ്ഡ് ഔട്ട്പുട്ട് ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്. അതൊന്ന്. നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്, NFIA ഒക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഡിപ്രീസിയേഷൻ ആൻഡ് ഫൈനലി ഓൾ ഓഫ് ദിസ്. ഏതാ ഒന്ന് പറഞ്ഞേ? ഓപ്ഷൻ 2, അതായത് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്. നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്, അതായത് ഓപ്ഷൻ ഓൾ ഓഫ് ദീസ് ആണ്. ഓപ്ഷൻ ഓൾ ഓഫ് ദീസ്. അതിൽ നെറ്റ് ഫാക്ടർ ഇൻകം മാത്രം നിങ്ങൾക്ക് കുറച്ച് മനസ്സിലാവാനുണ്ടായിരിക്കും. കാരണം തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഡിപ്രീസിയേഷൻ എന്താണെന്ന് പറഞ്ഞായിരുന്നു. അതായത് ബിൽഡിംഗ് അല്ലെങ്കിൽ മെഷീനറി പോലുള്ള സാധനങ്ങൾക്ക് കാലക്രമേണ പഴക്കം വരും, അതിൻ്റെ ഒരു നഷ്ടം നമ്മൾ മാറ്റിയിട്ടേ നമുക്ക് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് ഒക്കെ നോക്കാം, അല്ലെങ്കിൽ നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് നോക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം ഇതിൽ നെറ്റ് ഫാക്ടർ ഇൻകം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞ സീരീസിലുണ്ടായിരുന്നു. അപ്പം കേട്ടവർ ഒന്നുകൂടൊന്നും ആ നോട്ട് നോക്കി ഒന്ന് ഓർമ്മ പുതുക്കിക്കേ. നമ്മുടെ നാട്ടിലെ റെസിഡൻസ് ആൾക്കാർ പുറത്തുനിന്ന് ഉണ്ടാക്കിയ പണവും മൈനസ്, അല്ലെങ്കിൽ അതിൽ നിന്ന് ഫോറിനേഴ്സ് ഇവിടെ വന്നിട്ട് നമ്മുടെ ഡൊമസ്റ്റിക് ടെറിട്ടറിയിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൺട്രിയിൽ നിന്ന് നെറ്റ് ഫാക്ടർ ഇൻകം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൻ്റെ എക്സാമ്പിളായിട്ട് പറയുകയാണ്, ഇവിടുത്തെ ആൾക്കാർ പുറത്തുനിന്നുണ്ടാക്കിയ പ്രവാസികളുടെ പണവും മൈനസ് പുറത്തെ ആൾക്കാർ ഇവിടെ വന്നുണ്ടാക്കുന്ന പണം, ഇതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടല്ലോ, അതാണ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് പറയുന്നത്. ഇതും നമ്മൾ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് കാണാൻ നേരം കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ തന്നേക്കുന്ന എല്ലാം ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഡെഫിനേഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഓക്കെ അല്ലേ? അപ്പം നെറ്റ് ഫാക്ടർ ഇൻകം എന്താണെന്ന് ഉറപ്പായല്ലോ. ഇനി അടുത്തത് നാഷണൽ ഇൻകം മീൻസ്, വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ദ മോണിറ്ററി വാല്യൂ ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി ആണോ, ദ മോണിറ്ററി വാല്യൂ ഓഫ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി ആണോ, ഓർ ദ ടോട്ടൽ മോണിറ്ററി വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി ഇൻ എ ഫൈനാൻഷ്യൽ ഇയർ ആണോ? ചിലവർ ഓപ്ഷൻ കണ്ട് ഏറ്റവും വലിയ ആൻസർ കുത്തുന്ന ഒരു പരിപാടി കാണും. അങ്ങനെയുള്ളവർക്കും ഇത് ശരിയാവേ. എന്നുവെച്ചാൽ അങ്ങനെ ശരിയാക്കാൻ നിൽക്കരുത്, അത് വേറെ കാര്യം. ദ ടോട്ടൽ മോണിറ്ററി പോളിസി, മോണിറ്ററി വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി ഇൻ എ ഫൈനാൻഷ്യൽ ഇയർ. അതായത് ഗുഡ്സും സർവീസസും ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ ഉണ്ടാക്കുന്ന എല്ലാത്തിൻ്റെയും കൂടെ ആകെ മോണിറ്ററി തുകയായിരിക്കും എന്ത് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ഏതായിരിക്കും? 3. എങ്കിലും അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ബെസ്റ്റ് റെപ്രസെൻറ്റ്സ് ദ കൺസെപ്റ്റ് ഓഫ് ദ നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്?
നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റും ജി ഡി പിയും തമ്മിലുള്ള ബന്ധം നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ NDP ഞാൻ ഈ കഴിഞ്ഞ വീഡിയോ ഇടയ്ക്ക് പറയുന്നത് റിവിഷൻ സീരീസ് ആണ്. അത് നോക്കുമ്പോൾ 10 ക്വസ്റ്റിനെ കാണത്തുള്ളൂ. പക്ഷേ ഇത് പറയുമ്പോൾ നിങ്ങളുടെ നോട്ടിൽ തന്നെ നിങ്ങൾ കുറേ പോയിന്റ്സ് റിവൈസ് ചെയ്യും. അപ്പോൾ ഒരു പക്ഷേ ഒരു 2 ദിവസം കൂടെ നിങ്ങൾ ഈ നോട്ട് റിവൈസ് ചെയ്യാതിരുന്നാൽ നിങ്ങൾ മറന്നു പോകുമായിരിക്കാം. ജസ്റ്റ് ഒരു 10 മിനിറ്റത്തെ കാര്യമുള്ളൂ. നിങ്ങൾ നോക്കാൻ നേരം നിങ്ങൾക്ക് അത്രയും ദിവസം പഠിച്ച കാര്യം നല്ല രീതിയിൽ റിവൈസ്ഡ് ആയിട്ടിരിക്കും. പക്ഷേ ഇൻ കേസ് അത് ചെയ്തില്ലെങ്കിലോ, പഠിക്കാത്തവർ നോക്കുവാണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ GDP എന്താ, ഡിപ്രീസിയേഷൻ എന്താണെന്ന് അറിയത്തില്ല. പുതുതായിട്ട് പിന്നെ പഠിക്കേണ്ടി വരും. ഇരിക്കുന്ന സമയം നിങ്ങൾ സ്ട്രക്ചേർഡ് ആയിട്ട് പഠിക്കത്തുള്ളൂ. ഒരു പ്ലാൻ ഇല്ലാതെ പഠിക്കുക. അപ്പം പഠിച്ച സമയം വെറുതെ ആയി പോവും. പക്ഷേ പഠിച്ചവർക്ക് റിവൈസ് ചെയ്യുന്നതിന് 10 മിനിറ്റിൻ്റെ കാര്യം കൊണ്ട് 7 അല്ലെങ്കിൽ ആ ഒരു ആഴ്ചയിൽ 6 ദിവസമാണോ അല്ലെങ്കിൽ 5 ദിവസം പഠിച്ച കാര്യം ഒറ്റ ഇരിപ്പിൽ നിങ്ങൾക്ക് കൺഫേം ചെയ്യാൻ പറ്റും. റിവിഷൻ അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഇത് മുമ്പുള്ള സീരീസിൽ കണ്ടിന്യൂ ചെയ്ത സാധനത്തിൻ്റെ മാത്രം റിവിഷൻ ആയിരിക്കും. നമ്മളിങ്ങനെ ഓരോ ഇടയ്ക്ക് റിവൈസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഏതാ ഓപ്ഷൻ പറഞ്ഞേ? ക്വസ്റ്റ്യൻ വായിച്ചിട്ട് GDP മൈനസ് ഡിപ്രീസിയേഷൻ. GDP മൈനസ് ഡിപ്രീസിയേഷൻ. അപ്പം നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് NDP. GDP മൈനസ് ഡിപ്രീസിയേഷൻ. ഫോർമുലയായിട്ട് പഠിച്ചു വെക്കണമെന്നല്ല, ഇത് കൺസെപ്റ്റും കൂടെ മനസ്സിലാക്കിക്കോണേ. ഇപ്പോൾ GNP മൈനസ് ഡിപ്രീസിയേഷൻ എന്തായിരുന്നു? നമ്മൾ ഫസ്റ്റ് പറഞ്ഞ നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് ആണ്. അപ്പം അതും ആലോചിച്ച് വെച്ചോണം. അവിടെ നോക്കിയേ, ലിസ്റ്റ് ദ ചേഞ്ചസ് ഇൻ ടോട്ടൽ യൂട്ടിലിറ്റി ഡ്യൂ ടു കൺസംഷൻ ഓഫ് 1 അഡീഷണൽ യൂണിറ്റ് ഓഫ് എ കൊമോഡിറ്റി. അതായത് ഒരു അഡീഷണൽ യൂണിറ്റും കൂടെ നമ്മൾ കൺസ്യൂം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്ന യൂട്ടിലിറ്റി പറയുന്നവയും ഏതൊക്കെയാണ്? പ്രൊഡക്റ്റ് യൂട്ടിലിറ്റി ഉണ്ട്, റവന്യൂ യൂട്ടിലിറ്റി ഉണ്ട്, ഡിമാൻഡ് യൂട്ടിലിറ്റി ഉണ്ട്, ആൻഡ് ഫൈനലി മാർജിനൽ യൂട്ടിലിറ്റി. ഏതായിരിക്കും ആൻസർ പറഞ്ഞേ? മാർജിനൽ യൂട്ടിലിറ്റി. അതിൻ്റെ ഡെഫിനിഷൻ തന്നെ നമുക്ക് ഒരു പർട്ടിക്കുലർ സാധനം പ്രൊഡക്റ്റിൻ്റെ ഒരു യൂണിറ്റും കൂടെ, ഇപ്പം ഞാനിപ്പോൾ 2 മിൽക്കി ബാർ കഴിക്കുകയാണെങ്കിൽ ഒരു മിൽക്കി ബാറും കൂടെ കഴിക്കുമ്പോൾ എനിക്ക് കിട്ടാവുന്ന ആ ഒരു യൂട്ടിലിറ്റി അല്ലെങ്കിൽ ഒരു സറ്റൈറ്റി, ഒരു സമാധാനം, സന്തോഷം, ആ ഒരു യൂട്ടിലൈസ്ഡ് ആയല്ലോ എന്നുള്ളൊരു ഫീലിംഗ് ആണ് ബേസിക്കലി യൂട്ടിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിൽ ഈ പറഞ്ഞേക്കുന്ന ഒരു യൂണിറ്റ് ഓഫ് ദാറ്റ് പ്രോഡക്റ്റും കൂടെ യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്ന എന്താണ്? മാർജിനൽ യൂട്ടിലിറ്റി ആയിരിക്കും. ഓക്കെ അല്ലേ? എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം PDI ക്യാൻ ബി ഡിഫൈൻഡ് ആസ്. ഈ തന്നേക്കുന്നതിൽ പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷൻ ഏതിലായിരിക്കും? പേഴ്സണൽ PI പ്ലസ് പേഴ്സണൽ ടാക്സ് പേയ്മെൻറ്റ്സ് പ്ലസ് നോൺ ടാക്സ് പേയ്മെൻറ്റ്സ് ആണോ? അല്ലെങ്കിൽ നോക്കിയേ, പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം മുമ്പത്തെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഡിസ്പോസിബിൾ ഇൻകം ഉണ്ട്, പേഴ്സണൽ ഇൻകം ഉണ്ട്. അത് രണ്ടും മാറി തിരിഞ്ഞു പോലെ ചോദിച്ചേക്കുന്നത് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം, പേഴ്സണൽ ഇൻകം അല്ല. ഏതായിരിക്കും? ഓപ്ഷൻ 3, പേഴ്സണൽ ഇൻകം മൈനസ് പേഴ്സണൽ ടാക്സ് പേയ്മെൻറ്റ്സ്. അതായത് നമുക്ക് പേഴ്സണൽ ഇൻകം എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ? ഒരു ഹൗസ് ഹോൾഡിൽ, ഒരു ഫാമിലി, ഒരു വീട്ടിലെ എല്ലാ ഇൻഡിവിജ്വൽസും ജോലി വഴിയോ അല്ലെ സെൽഫ് എംപ്ലോയ്മെൻറ്റ് വഴിയോ അവർ സമ്പാദിക്കുന്ന പൈസയായിരിക്കും. ആൻഡ് ആ പൈസയിൽ നിന്നും എല്ലാം ഒഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കി എത്ര ഉള്ള ആ ഒഴിച്ചു കഴിയുക എന്ന് പറയുന്നത് അവർ ഗവൺമെൻറ്റിന് ടാക്സ് കൊടുക്കേണ്ടി വരും, ഇൻകം ടാക്സ് കൊടുക്കേണ്ടി വരും. ആ കാര്യങ്ങൾ പോയിട്ട് അതാണ് പേഴ്സണൽ ടാക്സ് പേയ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നോൺ ടാക്സ് പേയ്മെൻറ്റ്സ്, അതായത് ഫൈൻ, നമുക്കിപ്പം പെറ്റിയൊക്കെ അടിക്കത്തില്ലേ എന്ന് പറയുന്ന പോലെ നമുക്ക് ഫൈൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കാറ്റഗറി ഓഫ് പേയ്മെൻറ്റ്സ് ആണ് നോൺ ടാക്സ് പേയ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇതെല്ലാം ഒഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് എത്ര രൂപ നമുക്ക് സമ്പാദിക്കാൻ പറ്റും, അതാണ് നമ്മുടെ പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇന്നത്തെ സെഷൻ നമ്മുടെ വൈൻഡപ്പ് ആവാണ്. അതായത് ഇത്രയും പഠിച്ചതിൻ്റെ ഒരു പ്രാക്ടീസ് ആയിരുന്നു, അല്ലെ റിവിഷൻ ആയിരുന്നു. അപ്പം നെക്സ്റ്റ് നമ്മൾ ഇൻഡസ്ട്രീസിൻ്റെ ഫർദർ കണ്ടിന്യൂവേഷൻ നോക്കുന്നതായിട്ടായിരിക്കും. അപ്പോൾ ആ വീഡിയോയിൽ നിങ്ങൾ കറക്റ്റായിട്ട് കണ്ടുപോകണം. കാരണം നമ്മൾ ഇൻ കേസ് ഒരു വീഡിയോ സ്കിപ്പായി നെക്സ്റ്റ് വീഡിയോ പഠിക്കാൻ നമുക്ക് കണക്ഷൻ ചെയ്യുമ്പോൾ, എസ്പെഷ്യലി ഇന്ത്യൻ എക്കോണമി. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും